ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ ക്ലബ്. ലോകത്തിലെ കായിക മത്സരങ്ങളുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നേട്ടത്തിനാണ് ഇന്നലെ ലോകം സാക്ഷ്യം വഹിച്ചത്. ഒരു കായിക മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ കളിക്കാനിറങ്ങുക എന്നുള്ളതിൻ്റെ റെക്കോർഡ് 2025 ക്ലബ്ബ് വേൾഡ് കപ്പിൽ എല്ലാ കാണികളെയും അമ്പരപ്പിച്ചുകൊണ്ട് ഫ്ലൂമിനസിൻ്റെ ഗോൾ വലയ്ക്ക് മുന്നിൽ കാവൽ നിന്നിരുന്ന 44 വയസ്സുള്ള ഫാബിയോ ഡേവിസൺ ലോപ്പസ് എന്ന ഫാബിയോ തൻ്റെ 1391 മത്സരത്തിൽ ഫ്ലൂമിനസിന് വേണ്ടി ഇന്നലെ കളിക്കാനിറങ്ങി. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതിൻ്റെ റെക്കോർഡ് തൻ്റെ പേരിലേക്ക് ഇന്നലെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഫാബിയോ തൻ്റെ കരിയർ ആരംഭിക്കുന്നത് 1997 16 വയസ്സിലായിരുന്നു. ഓനിയോ ബാൻഡറെച്ച എന്ന് പറയുന്ന ബ്രസീലിലെ തന്നെ ഒരു ചെറിയ ക്ലബ്ബിലൂടെയായിരുന്നു തൻ്റെ 16 വയസ്സിൽ ഫാബിയോ കരിയറിന് തുടക്കം കുറിക്കുന്നത്. ആ ക്ലബ്ബിൽ 30 മത്സരങ്ങളും അതിനുശേഷം തൻ്റെ 19 വയസ്സിൽ വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന ബ്രസീലിലെ തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്ലബ്ബാണ് വാസ്കോ ഡ ഗാമ. ആ വാസ്കോ ഡ ഗാമ ക്ലബ്ബിൽ 150 മത്സരങ്ങളും പിന്നീട് ക്രുസീറോ എന്ന് പറയുന്ന ബ്രസീലിൽ തന്നെ മറ്റൊരു ക്ലബ്ബിൽ, ആ ക്ലബ്ബിൽ 976 മാച്ചുകളാണ് ഫാബിയോ ഗോൾ വലകാത്തത്. അത് ക്രുസീറോയുടെ ക്ലബിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു റെക്കോർഡായിട്ട് വരുന്ന നമ്പറാണ് ഈ 976 എന്ന് പറയുന്നത്. പിന്നീട് തൻ്റെ 41 വയസ്സിലാണ് ഫ്ലൂമിനസ് എന്ന് പറയുന്ന ബ്രസീലിലെ ക്ലബിലേക്ക് ഫാബിയോ ചേക്കേറിയത്. 41 വയസ്സിൽ 2022 ഫ്ലൂമിനസിലെത്തിയ ഫാബിയോ ഫ്ലൂമിനസിൻ്റെ നമ്പർ 1 ഗോൾ കീപ്പറായി മാറുകയും 2023 ഫ്ലൂമിനസിന് വേണ്ടി കോപ്പ ലിബർട്ടഡോറസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ടൈറ്റിൽ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവർ 2025 ക്ലബ് വേൾഡ് കപ്പിലെല്ലാം തന്നെ പങ്കെടുത്തിരുന്നത്. തന്നെ 44 വയസ്സിൽ മിന്നും സേവുകളുമായി കാണികളെയെല്ലാം അമ്പരപ്പിച്ച പ്രകടനമായിരുന്നു ഫാബിയോ അന്നവിടെ നടത്തിയത്. പക്ഷേ 28 വർഷം നീണ്ടു നിൽക്കുന്ന ഫാബിയോൻ്റെ ഈ കരിയറിൽ ഫാബിയോ ഒരിക്കൽ പോലും ബ്രസീലിൻ്റെ സീനിയർ ടീമിന് വേണ്ടി ഗോൾ വില കാത്തിട്ടില്ല എന്നുള്ള നിരാശാജനകമായ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒരു വസ്തു കൂടി നിലനിൽക്കുന്നുണ്ട്. 1997 തൻ്റെ 16 വയസ്സിൽ കരിയർ ആരംഭിച്ചുകൊണ്ട് 2025 തൻ്റെ 44 വയസ്സിൽ 1391 മത്സരത്തിന് വേണ്ടി ഫ്ലൂമിനസിന് വേണ്ടി ഗോൾ വില കാക്കുമ്പോഴും അതിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാരണം, ബ്രസീലിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ബ്രസീൽ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ഫാക്ടറി തന്നെയാണ്. പ്രതിഭാശാലികളായ കഴിവുകളുള്ള ഒരുപാട് കളിക്കാരെ വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറി. 2000ൻ്റെ തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഗോൾ കീപ്പർമാരെന്ന് പറഞ്ഞാൽ ദിദ, മാർക്കോസ്, ജൂലിയോ സീസർ തുടങ്ങിയവരായിരുന്നു. ഇവരെല്ലാം തന്നെ യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന, ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന, യൂറോപ്പിൽ പ്രശസ്തമായ ലീഗുകളിൽ കളിക്കുന്ന കളിക്കാരായിരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഫാബിയോ അന്നവിടെ തടയപ്പെട്ടു. അതിനുശേഷം മോഡേൺ ഫുട്ബോളിൻ്റെ കാലഘട്ടം വരുന്ന സമയത്ത് ആലിസൺ ബക്കർ, എഡേഴ്സൺ തുടങ്ങിയ പുതിയ ന്യൂജൻ ഗോൾ കീപ്പർമാരായിരുന്നു പിന്നീട് അവിടെ വന്നിരുന്നത്. അവിടെയും ഫാബിയോ തടയപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ 2010 വേൾഡ് കപ്പിനുള്ള പ്രിലിമിനറി സ്ക്വാഡിലെല്ലാം തന്നെ ഫാബിയോ ഇടം പിടിക്കുകയുണ്ടായി. പക്ഷേ ദൗർഭാഗ്യവശാൽ അവസാനത്തെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഫാബിയോ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെയെല്ലാം ആയിരുന്നിട്ട് കൂടി തൻ്റെ 28 വർഷത്തെ നീണ്ടുനിന്ന ലോങ് കരിയറിൽ ഒരിക്കൽ പോലും ബ്രസീലിൽ നിന്നുള്ള മറ്റ് ക്ലബ്ബുകളിലേക്ക് പോയി കളിക്കാൻ ഫാബിയോ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ നാട്ടിൽ തന്നെ 28 വർഷം കളിച്ച 1391 മത്സരങ്ങൾ പൂർത്തിയാക്കി ഇനിയും മത്സരങ്ങൾക്ക് വേണ്ടി ബോട്ട് കെട്ടാൻ തയ്യാറെടുക്കുന്ന ഫാബിയോ തൻ്റെ കരിയർ അവസാനിക്കുന്നതിന് മുൻപായി ബ്രസീൽ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കണമെന്നുള്ളതാണ് നിലവിലെ ബ്രസീലിലെ ആരാധകരും ബ്രസീലിലെ ഫുട്ബോൾ പണ്ഡിറ്റുകളും അതുപോലെ തന്നെ ബ്രസീലിൻ്റെ പഴയ കളിക്കാരുമെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. ബ്രസീൽ മാനേജറായ കാർലോ ആൻസലോട്ടിക്ക് മുന്നിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചെല്ലാം ബ്രസീലിലെ മാധ്യമങ്ങളും ബ്രസീൽ ആരാധകരും തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 44 വയസ്സിലും താൻ തുടരുന്ന ഈ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ കരിയർ അവസാനിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും കാനറി കൂട്ടത്തിൻ്റെ ഗോൾ വില കാക്കുവാൻ ഫാബിയോയ്ക്ക് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.